നമസ്കാരം. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരർവേ നമോ. സർവേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും സമാധാനവും സ്വസ്ഥതയും പൂർണ്ണമായും ഭവിക്കട്ടെ. ഇന്നത്തെ അപ്ഡേറ്റ് കോഴിക്കോട് മാങ്കാവ് വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം. നമുക്ക് ഇനി ചിന്തിക്കാൻ പോകുന്നത് വിഷുഫലം കാർത്തിക നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാവും. ഞാനിപ്പോഴും പറയാണ്, എല്ലാ കാർത്തിക നക്ഷത്രക്കാർക്കല്ല, അവരുടെ ജാതക ഗണിത അഷ്ടവർഗ ദശവർഗ ഭാവസ്ഫുടം അനുസരിച്ചിട്ടാണ് ഈ ഫലം ഉണ്ടാവുക. എല്ലാവർക്കും ഒരുപോലല്ല. ഈ പറയുന്ന അനുഭവങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഓരോ വിഷുവും കഴിഞ്ഞ് ഓരോ ദിവസത്തിലുണ്ടെങ്കിൽ അവർക്ക് മാത്രമാണ് ഈ ഔഷധം. അതുകൊണ്ട് എല്ലാവരും ബേജാറാകണ്ട. ഇനി നമുക്ക് തുടങ്ങാം. സ്ഫുടഗണിതമാണ് വിഷുസ്ഫുടം. സൂര്യൻ ഏത് നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്, ആ അശ്വതി നക്ഷത്രത്തേക്ക് ഏത് സ്ഫുടമും സൂര്യസ്ഫുടം കൂട്ടിയാൽ വിഷുവിൻ്റെ യോഗസ്ഫുടം ശരിയായി. ആ യോഗസ്ഫുടമാണ് ഇത്. 8 രാശി, 28 ഭാഗ, 27 കല. ഇതാണ് വിഷുവിൻ്റെ യോഗസ്ഫുടം. കാർത്തിക നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാവും എന്ന രീതിയിലാണ് നോക്കുന്നത്. അപ്പോൾ സൂര്യൻ്റെ നവാംസകം, നമുക്ക് സൂര്യന് ഈ യോഗസ്ഫുടത്തിൽ യോഗ നവാംസകം ഉണ്ടാക്കാൻ പോവുകയാണ്. 8, 28, 27 സൂര്യൻ വന്നതുകൊണ്ട് സൂര്യൻ ഉത്രാടമാണ്. ഈ 8, 28 എന്ന് പറയുമ്പോൾ ധനുരാശിയിൽ ഉത്രാട നക്ഷത്രമാണ് വരാറ്. അതിനെ നവാംസക വെച്ചിട്ട് ഒരു രാശി ഗണിതം ഉണ്ടാക്കാൻ. ഇത് എങ്ങനെ വെച്ചാലും കിട്ടും, പക്ഷെ നമുക്ക് ഒരു സ്പെസിഫിക് ചെയ്യാൻ മാത്രം. അങ്ങനെ നോക്കുമ്പോൾ ഈ ധനുരാശി ഉഭയരാശി എന്ന പദ്ധതി. അപ്പോൾ ധനുരാശിക്ക് 5ാമത്തെ രാശിയിലാണ് സ്ഫുടഗണിതം വരിക. ഇപ്പോൾ 3, 20 5ാമത്തെ രാശി, ധനുരാശി 5ാമത്തെ രാശി ഏതാ? മേടൻ രാശി. 3, 20 6, 40 10, 13, 14, 20, 23, 26, 40, 30. അപ്പോൾ ധനുരാശിയാണ് വന്നിരിക്കുന്നത്. ഈ ധനുരാശിയാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ആരൂഢ യോഗ സ്ഫുടബലം. കാർത്തിക നക്ഷത്രക്കാരുടെ ആരൂഢ യോഗ സ്ഫുടം ധനുവാണ് വന്നിരിക്കുന്നത്. ആ നവാംസക വെച്ചിട്ടാണ് ഈ ആരൂഢം എടുത്തതിന് അർത്ഥം. ഇതിൻ്റെ റെഫറൻസ് യോഗസ്ഫുട നവാംസക മാത്തമാറ്റിക്സ്, ഇതാണ് റെഫറൻസ്. അത് നോക്കുമ്പോൾ അതിൽ പറഞ്ഞ നക്ഷത്രാധിപതി സൂര്യൻ ഭാഗ്യാധിപത്യം വഹിച്ച് മേടൻ രാശിയിൽ വൃക്ഷസന്ധി അശ്വതി മഖമൂളം ആദ്യത്തെ 15 നാളിക ദശാംശം, ആയില്യം കേട്ട രേവതി ഒടുക്കത്തെ 15 നാളിക ദശാംശം. അപ്പോൾ അവിടെ അതുകൊണ്ട് അശ്വതിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ദശാംശം എന്ന് പറയുമ്പോൾ അങ്ങനെ പാരലായിട്ട് ഒരു ഫലം പറയാൻ പാടില്ല. സൂര്യനുക്ക് അഷ്ടവർഗ ഫലം ഇല്ലാത്തത് കൊണ്ട് അത് എന്തായാലും ബാധിക്കും എന്നർത്ഥം. നമ്മൾ ലോജിക്ക് പറയുമ്പോഴും അതിലൊരു കൃത്യത വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ സൂര്യൻ 9ാം ഭാവാധിപതി വഹിച്ച് ഈ സ്ഫുടത്തിൽ 5ലാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് മാനസിക പിരിമുറുക്കുകൾ ഒരുപാട് സംഭവിക്കും. ദാറ്റ്സ് നോട്ട് ഡിസിഷൻ മേക്കിംഗ്. ഒരു ശരിക്കും ഒരു സ്റ്റേബിലിറ്റായ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അത് കൂടുതൽ ബാധിക്കുന്നത് വിദ്യാർത്ഥികളെയാണ്. അവിടെ ഈ ചൊവ്വ ഏത് രാശിയിലാണോ സൂര്യൻ സഞ്ചരിക്കുന്നത്, ഏത് രാശിയിലാണോ സൂര്യൻ സഞ്ചരിക്കുന്നത്, ആ രാശ്യാധിപതി ആരാ എന്നെ അഡ്രസ് ചെയ്യുമ്പോൾ ചൊവ്വ. ആ ചൊവ്വ ഗുളിക യോഗം ചെയ്ത് ഗുളിക ഭവനാധിപത്യം വഹിച്ച് അതിന് ഗുളിക ദൃഷ്ടിയും ഉണ്ട്. അതുകൊണ്ട് ടെക്നിക്കലായി പഠിക്കുന്ന കുട്ടികൾക്കാണ് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ വരാം. ഈ നക്ഷത്രത്തിൽ കല്യാണം കഴിഞ്ഞ് 5 കൊല്ലം 6 കൊല്ലം കുട്ടികൾ ഇല്ല എന്നുള്ളവർക്ക് നല്ല ഒരു കൗൺസിലിംഗ് പറയാൻ കാരണം
ഒരു 5 കൊല്ലം 6 കൊല്ലമോ കുട്ടിയില്ലാത്ത പക്ഷത്തിൽ അവരുടെ ജീവിതം ഒരു പൂച്ചയും ബോൾ പോലെയാണ് കളിക്കുക. ഈ പൂച്ചയും ബോളും കളി നിങ്ങൾക്ക് അറിയാമല്ലോ. കുറേ ബോൾ പൂച്ച തട്ടി കളിക്കും. അവസാനം ക്ഷീണം വരുമ്പോൾ പൂച്ച ആ ബോൾ അങ്ങോട്ട് തട്ടിയിട്ട് ബോൾ അങ്ങോട്ട് പോകും, പൂച്ച അങ്ങോട്ട് പോകും. ഈ കുട്ടികൾ ഇല്ലാത്തവരുടെ ഞാൻ ഒരു മിനിറ്റാണ് ബാങ്ക് കൊടുക്കാണ്. ഇനി നമുക്ക് തോന്നാം 5-6 കൊല്ലം കുട്ടികൾ ഇല്ലാത്തവർ ഈ വിഷുഫലം കാർത്തിക നക്ഷത്രം അനുമോദിച്ച് വരുമ്പോൾ കേൾക്കാം. ഹൈപ്പർ ടെൻഷൻ, സൂര്യൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഡിസോർഡർ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഗർഭപാത്ര സംബന്ധമായുള്ള രോഗങ്ങൾ, ഗർഭപാത്രത്തിൽ pH വ്യത്യാസം വരാം ടെൻഷൻ അടിച്ച്. അതുകൊണ്ട് എഗ്ഗ് പ്രൊഡക്ഷൻ ബ്ലോക്ക് ആവാം. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ വിഷുഫലം ഉള്ളവர்கள் ഒരു ഗൈനക്കോളജി ഡോക്ടറെ കാണിക്കാത്ത മുൻപ് തന്നെ ഒരു സൈക്കോളജിസ്റ്റ് ഡോക്ടറെ കണ്ട് കൗൺസിലിംഗ് ചെയ്ത് നിങ്ങൾ ഫിറ്റ്നസ് കറക്റ്റായ ശേഷം ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറെ കണ്ടാൽ മതി. ഈ എഗ്ഗ് പ്രൊഡക്ഷൻ കറക്റ്റ് നടക്കും. ഇത് എൻ്റെ ഒരു ഉപദേശമാണ്. പിന്നെ തൊഴിൽ സ്ഥാനത്തിലുള്ളവർ, വ്യാപാരികൾ, അവർക്ക് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സൗണ്ട് വരുന്നത് നിർത്താനേ. ഇനി നമുക്ക് തുടങ്ങാം. തൊഴിൽ സ്ഥാനം ബിസിനസ്സുകാർക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. 10ാം ഭാവാധിപതിയായ ബുധൻ മാർഗാധിപത്യം വഹിച്ച് മീനൻ രാശിയിൽ നീചാവസ്ഥയാണ് വന്നിരിക്കുന്നത്. കർമാധിപതി മാർഗാധിപത്യ നീചാവസ്ഥയിൽ വന്നതുകൊണ്ട് ബിസിനസ് മാർഗത്തിലുള്ളവർക്ക് വളരെ ശ്രദ്ധാപൂർവം വേണം. പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നവർ ഒരു മാർക്കറ്റിംഗ് കൗൺസിലിംഗ് ചെയ്തിട്ട് ശേഷം തുടങ്ങിയാൽ മതി. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ബുധൻ നീചത്തിൽ വരുന്നത് ഒരു നിറഞ്ഞ ബുധൻ നിറയെ ഗുണം പ്രൊമോഷൻസിൽ കൂടിയിട്ട് കിട്ടും. ഇങ്ങനെയാണ് ഗവൺമെൻറ് ജോലിയുള്ളവർക്കും സാധ്യതകളുണ്ട്. സൂര്യൻ 2 ബലത്തിൽ ഉള്ളത് കൊണ്ട് സ്വല്പ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഗവൺമെൻറ് ജോലികൾ കിട്ടാൻ സാധ്യതകൾ പറയാം. പിന്നെ 6ാം ഭാവത്തിനെ കുറിച്ചിട്ടാണ് അസുഖങ്ങളെക്കുറിച്ച് പറയുന്നത്. 6ാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രൻ മീനൻ രാശി വിട്ട് നിൽക്കുന്നത് കുംഭരാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത്. അത് ചന്ദ്രാൽ 7ാം ഭാവത്തിലാണ്. അപ്പോൾ പുരുഷന്മാർക്ക് ഹാർമോൺസ് പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ 7ാം ഭാവാധിപതിയായിരിക്കുന്ന ബുധൻ നീചത്തിൽ വന്നതുകൊണ്ട് സ്കിന്ന് സംബന്ധമായ അസുഖങ്ങൾ വരാം. പിന്നെ ഈ ശുക്രൻ വന്നതുകൊണ്ട് ഈ നക്ഷത്ര കല്യാണം കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ വിവാഹത്തിന് മുൻപ് നിങ്ങൾ സ്ത്രീ ഹാർമോൺ ടെസ്റ്റും പുരുഷൻ ഹാർമോൺ ടെസ്റ്റും എടുത്തിട്ട് ശേഷം കല്യാണം കഴിച്ചാൽ മതി. ഈ പ്രശ്നങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതകൾ ഉണ്ട്. പിന്നെ 12ാം ഭാവാധിപതിയിരിക്കുന്ന ശുക്രൻ 3ലാണ്. കൂട്ടുകാരികളെ കൊണ്ട് ഒരുപാട് പിരിമുറുക്കുകളും കോടതി കേസുകളും കേറേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ലഗ്നത്തിൽ കേതുവും ശനിയും വന്നതുകൊണ്ട് ഒരാൾക്ക് ജാമ്യം നിൽക്കരുത്. ജാമ്യം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് മാനസിക പിരിമുറുക്കുകൾ അനുഭവിക്കാനും സാധ്യതകൾ ഉണ്ട്. ധനുരാശിൻ്റെ സിഗ്നേച്ചർ ഓഫ് ഡോട്രിൻ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ വ്യാഴനാണ്. ആ വക്രത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ഗുണം ചെയ്താൽ പോലും ദോഷഫലങ്ങളാണ് വരിക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഗുണത്തിലേക്കും പോകരുത്, ദോഷത്തിലേക്ക് പോകരുത്. ന്യൂട്രലായി നിൽക്കുക. ഓരോരോ കാര്യത്തിൻ്റെ പിന്നാപുറങ്ങൾ നിരീക്ഷിച്ച് പരീക്ഷിച്ച് നടക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഒരുപാട് പിരിമുറുക്കുകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതകൾ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ അഷ്ടവർഗത്തിൽ നക്ഷത്രാധിപതി 5ാം സ്ഥാനത്തിൽ വന്നതുകൊണ്ട് ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങളാണ് വരും. അതിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ യുദ്ധകളത്തിനെ സ്വർഗീയകളമാക്കാൻ പറ്റും, സംശയങ്ങളില്ല. ഇതിന് എന്താണ് പരിഹാരം വേണ്ടത്? ഈ 28, 27 വന്നതുകൊണ്ട് അതിൻ്റെ ദ്വാദംസക ഫലം നമുക്കെടുക്കാം. കർമ്മത്തിൻ്റെ ദ്വാദംസക ഫലം. അപ്പോൾ ആ കർമ്മത്തിൻ്റെ ദ്വാദംസക ഫലം എങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞാൽ കർമാധിപതി ബുധൻ, ആ ബുധൻ നീചത്തിൽ പോയിട്ടാണ് നിൽക്കുന്നത്. നീചത്തിലാണ് നിൽക്കുന്നത്.
ആ രാശിയിൽ നിന്ന് 1, 2, 3, 4, 5, 6 7 നവാംശകം വിട്ടിട്ടും 2, 5, 2, 5, 7, 10, 11, 15, 17 അതും 7 നവാംശകം. അതിൽ നിന്ന് നവാംശം 3 നവാംശകം മകരത്തിൽ തുടങ്ങിയാൽ 3 നവാംശകം കന്നിയിലിരുന്ന് 7ാമത്തെ രാശിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മഹാസുദർശനാദി അതിൽ കുറച്ച് ശക്തി പഞ്ചാക്ഷരി ഹോമം മഹാസുദർശന ഹോമം ചെയ്ത് മഹാശക്തി പഞ്ചാക്ഷരി ഹോമം ചെയ്യണം. ഇത് ചെയ്താൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. എൻ്റെ അടുത്ത് ഹോമം ചെയ്യാൻ വേണ്ടി വരുന്നവർക്ക് 2 വിഷയങ്ങൾ ഞാൻ അഗ്രിമെൻ്റ് എഴുതും. ഹോമം ഞാൻ ചെയ്ത് തയ്യാറാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു നിർബന്ധം കൊടുക്കണം. ഇതിൻ്റെ ശേഷം ഞാൻ സത്യസന്ധമായി ജീവിക്കും, ഞാൻ ആരെയും പറ്റിക്കില്ല, ചൂഷണം ചെയ്യില്ല. പരമാവധി ഒരു 2% ഒക്കെ പറ്റിച്ചോളൂ. പരമാവധി 95% അല്ലെങ്കിൽ 98% സത്യസന്ധമായി നിങ്ങൾ ജീവിക്കാം. എനിക്ക് ഉറപ്പ് തന്നാൽ ഈ ഹോമം ചെയ്തു തരാൻ പറയും. എന്തുകൊണ്ടാണ്? അതിന് സയൻറ്റിഫിക് ക്ലാരിഫിക്കേഷൻ ഉണ്ടോ എന്ന രീതിയിൽ ആത്മാർത്ഥമായി പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ ഞാൻ ഒരു ഹോമം ചെയ്താൻ വേണ്ടി വന്നു. അപ്പോൾ അതിൽ ഒരാൾ ശ്രീനിവാസൻ്റെ സ്വഭാവമുള്ളവനാണ്, ഭാര്യയെ സംശയിക്കണമെന്നാണ്. അതിൽ ഒരാൾ കള്ളനാണ്, ഒരാൾ സത്യസന്ധനാണ്. ഇങ്ങനെ വിഭിന്നമായ ക്യാരക്ടർ ഉള്ളവർ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ സുദർശന ഹോമം ചെയ്തു പോകുമ്പോൾ പിറ്റേ ദിവസം ഈ ഭാര്യയെ സംശയിക്കാൻ വരും, ഫോൺ വിളിക്കും, തിരുമേനി നിങ്ങൾ ഹോമം ചെയ്ത് അതുവരെ ഭാര്യയായിട്ട് ഞാൻ വലിയ കച്ചറയിലില്ല, പക്ഷേ ഈ ഹോമം ചെയ്തിട്ട് ശേഷം ഫുള്ളും കച്ചറയാണ്, ഡൈവേഴ്സ് നോട്ടീസ് അയച്ചു. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? സെക്കൻഡ് ഒരാൾ വിളിക്കുകയാണ്, തിരുമേനി നിങ്ങൾ ഹോമം ചെയ്ത് പോയിട്ട് ശേഷം എനിക്ക് നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞു. അവൻ്റെ പ്രസപ്പൻസ് വ്യത്യാസം. ഇങ്ങനെ ഓരോ ആൾക്കാരും പോസിറ്റീവ് പറയുന്നവരുണ്ട്, നെഗറ്റീവ് പറയുന്നവരുണ്ട്. ഇത് എങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങളുടെ മരഭണു, നിങ്ങളുടെ ജീനിൽ നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. നിങ്ങൾ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പ് കൊണ്ട് ഉണ്ടാവുന്ന എനർജറ്റിക് നിങ്ങളുടെ നെഗറ്റീവ് മൈൻഡ് സെറ്റിക്സിനെ കൂട്ടാ ചെയ്യുക. അതുകൊണ്ടാണ് ഹോമം ചെയ്തവരെല്ലാവരും നശിയാനുള്ള കാരണം കയ്യിലിരിപ്പ് മോശം. അതുകൊണ്ട് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് അമേരിക്കൻ ന്യൂറോ സയൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പഠിച്ച് പരീക്ഷണം നിരീക്ഷിച്ച് ചെയ്യുമ്പോൾ 98% ആൾക്കാരും നെഗറ്റീവ് മൈൻഡ് സെറ്റിംഗ് ഉള്ളവരാണ്. അതുകൊണ്ടാണ് ഹോമം ചെയ്ത് ആരും നന്നാവാത്തത്. പിന്നെ ആരെങ്കിലും 2 ആൾ നന്നാവെന്ന് പറഞ്ഞാൽ അവൻ കയ്യിലിരിപ്പ് ഗുണം. ആ കയ്യിലിരിപ്പ് ഗുണത്തിനെ ഇത് കൺവേർഷൻ ചെയ്ത് സെറോട്ടോണിൻ ഹാർമോൺ ഫംഗ്ഷനെ കൂട്ടും. ഇതാണ് ഇതിൻ്റെ ബ്രെയിൻ കെമിസ്ട്രീൻ്റെ ഹിസ്റ്ററി. ഇനി പറയാൻ പോവാണ്. ഇനി അവൻ വന്ന ശേഷം ഞാൻ ഭംഗിയായിട്ട് ഹോമം ചെയ്താൽ അവൻ നശിച്ചു പോവുക ചെയ്ത മൈൻഡ് സെറ്റിംഗ് ശരിയല്ല. അതുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തു, നിങ്ങൾ നന്നാവണം, മരിക്കണവൻ നന്നാവനുണ്ടെങ്കിൽ ഇനി തൊട്ട് ഞാൻ കളവ്, ചെതി, വഞ്ചന ഇതിലേക്ക് പോവില്ല ഉറപ്പ് തന്നാൽ ആ ഹോമം ഞാൻ ചെയ്തു തരാൻ പറയും. ഇതുകൊണ്ടാണ് ഒരുവിധ നമ്പൂരിമാരും ശാന്തികാരും നന്നാവാത്തത്. ഈ പ്രപഞ്ചത്തിലെ ഹോമത്തിൽ യജ്ഞത്തിൽ വരുന്നത് കൺവേർഷൻ എനർജി ആണെന്ന് അവർക്ക് അറിയില്ല. ഇതെല്ലാം ദൈവം നേരിട്ട് സ്വീകരിക്കാനാണ് അർത്ഥം. അങ്ങനെ ദൈവം നേരിട്ട് സ്വീകരിക്കാനുണ്ടെങ്കിൽ 24 മണിക്കൂർ പൂജ ചെയ്യുന്ന ഞാൻ എപ്പോഴും നന്നായിട്ടുണ്ടാവും. ഈ കൺവേർഷൻ എനർജിയാണ് ഉപനിഷത്തുക്കൾ പറയുന്നത്. പക്ഷേ ദൈവത്തിനെ ബൈ പ്രോഡക്റ്റ് ആക്കി വെച്ച് എല്ലാവരും നെഗറ്റീവിലേക്ക് പോവാം, നെഗറ്റീവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഈശ്വരൻ പ്രപഞ്ചം മുഴുവനും ഉണ്ട്, അതൊരു മെക്കാനിസമാണ്. നിങ്ങൾ ചെയ്യുന്ന ക്രിയ മെക്കാനിസമായിട്ട് ചെയ്താൽ സച്ചിദാനന്ദം കിട്ടും, പരമാനന്ദം കിട്ടും. ഇതാണ് ഇതിൻ്റെ പരിഹാരം. അതുകൊണ്ട് നിങ്ങൾ ഏത് നമ്പൂരെടുത്തും ഏത് പൂജാരെടുത്തും ചെന്ന് ഇത് ചെയ്തോളൂ. പക്ഷേ നിങ്ങൾ സത്യപ്രതിജ്ഞ എടുത്തിട്ട് പോകുന്നത് നല്ലതാണ്. സത്യസന്ധനായി ജീവിക്കുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ആ ഹോമം നിങ്ങൾക്ക് വലിയ വിപ്ലവത്തിനെ സൃഷ്ടിക്കും. എന്താണ് വിപ്ലവം? അതാണ് പറയാൻ പോകുന്നത്. എൻ്റെ അടുത്ത് ഈ പേപ്പറുണ്ട്. ഈ പേപ്പർ ഊതിയാൽ ഇങ്ങോട്ടാ പോവുക. ഇതിനെ പൊടിച്ച് ഊതിയാൽ ആ പേപ്പർ കഷ്ണം എല്ലാ ഭാഗത്തും ഉണ്ടാവും. വിപ്ലവം പറയുന്നത് എല്ലാത്തിനും സ്പർശിക്കണം. അതാണ് വിപ്ലവം. ഈ ഹോമം നിങ്ങൾക്കൊരു വിപ്ലവത്തെ സൃഷ്ടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോവാണ്. മാർച്ച് 25 രുദ്രാക്ഷയജ്ഞം ആരും മറക്കരുത്. അതിലുള്ള ഡീറ്റെയിൽസ് ഇതിൻ്റെ പിന്നിൽ വരും. അതിൽ മനസ്സിലാക്കി പ്രവർത്തിക്കുക. നല്ല നമസ്കാരം, നന്ദി.